ഹായ് പറഞ്ഞേ. ഹായ്. ലുലുല് പോവാന്ന് പറ. ഇന്ന് നമ്മള് ലുലുവിലെ വീഡിയോയെ കാണാൻ പോണേന്ന് പറ. കാണാൻ പോണേ. ലുലുവിൽ എന്തിനാ പോണേ? നമ്മള് യേശുവിന്റെ ഗെയിം കളിക്കാം. വണ്ടിയിലേക്ക് കയറാൻ. വണ്ടി കയറാനല്ലേ? ഗെയിം കളിക്കാൻ. ആ ലുലുവില് വേറെ എന്നൊക്കെ സാധനം ഉള്ളേ? വണ്ടി ഉണ്ട്, കാറുണ്ട്, അങ്ങനെ കൊറേ സാധനം ഇല്ലേ? അതില് കയറാനാണ് യേശു പോണേ? വണ്ടി കയറാനാണോ പോണേ? ടാറ്റാന്ന് പറ. ലുലു പോയി കാണാന്ന് പറ. ഓക്കെ ബൈ ബൈ എന്ന് പറ. സീ യു എന്ന് പറ. ഓക്കെ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്യൂ കുറേ നാളായിട്ട് ഇങ്ങനെ ലുലു പോകണം, റൈഡിലൊക്കെ കയറണം, ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു സാറ്റർഡേ നോക്കിയിട്ട് ഇന്ന് ലുലുവിൽ പോവാണ്. ലുലു എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊന്നുമല്ല, മെയിനായിട്ട് ഇഷ്യൂവിനെ ലുലുവിൻ്റെ ടോപ്പിൽ പാർക്കുണ്ടല്ലോ, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ലുലുവിലേക്ക് പോകുന്നത് കളമശ്ശേരി വഴിയാണ്. കളമശ്ശേരി വഴി പോകുമ്പം നേരെ എടപ്പള്ളി ഓവർബ്രിഡ്ജ് കയറാതെ ഓവർബ്രിഡ്ജിൻ്റെ അടിക്കട യൂട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ലുലുവിലേക്ക് കയറാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ലുലുവിലേക്ക് കയറി ബേസ്മെന്റിലേക്ക് നമുക്ക് പാർക്കിംഗ് കിട്ടും കേട്ടോ. ലുലുവിന്റെ ഫ്രണ്ടിൽ കൂടെ വരുവാണല്ലോ. നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് ഇവിടെ വന്നുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു ആ ഒരു ടൈമിൽ കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സ്പേസ് ഒക്കെ വേഗം കിട്ടി. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ലുലുവിൻ്റെ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ബേസ്മെൻറ്റിലാട്ടോ. ബേസ്മെൻറ്റിൽ നിന്ന് നേരെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബേസ്മെൻറ്റിൽ നിന്ന് നമ്മൾ ചെക്കിങ് കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു പെറ്റ് ഷോപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം പിള്ളേരെ കൊണ്ട് പോകുന്ന എല്ലാവരും ഇവിടെ ജസ്റ്റ് നിന്ന് ഇതൊക്കെ കണ്ടിട്ടാണ് കയറി പോകുന്നത്. ഇവിടെ മെയിനായിട്ട് മീനുകളും പിന്നെ ബേഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കുറേ. പിന്നെ ചെറിയ വേറെ എന്തിൻ്റെയൊക്കെ ചെറിയ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാത്തരം പെറ്റ്സും ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു ഷോപ്പാണ്. അപ്പം അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നിങ്ങൾ തിരിച്ചിറങ്ങി വന്ന് പോകാൻ നേരത്ത് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകണമായിരിക്കും ഏറ്റവും നല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവാണ്. അവിടെ ചെറിയൊരു എസ്കലേറ്റർ ഉണ്ട്, ഒരുപാട് ഹൈറ്റില്ല കേട്ടോ. അപ്പോൾ ഈ എസ്കലേറ്റർ നേരെ കയറി ചെല്ലുന്നത് ലുലു ഹൈപ്പർ മാർട്ടിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർട്ടിലേക്ക് മാത്രമായിട്ട് ലുലുവിലേക്ക് വരുമ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ എസ്കലേറ്റർ ചെല്ലുന്നത് ഹൈപ്പർ മാർട്ടിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സാധനം മേടിച്ച് പോകാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈപ്പർ മാർട്ടിൽ കയറുന്നില്ല, നമ്മൾ നേരെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ആ ഒരു ഗെയിമിംഗ് സെക്ഷനൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എസ്കലേറ്റർ കയറി ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ആ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ആ മെയിൻ ഹാളിൽ ഫ്ലവേഴ്സ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ ലുലുവിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഡെമോ ആയിട്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കണേ നമുക്ക് മേടിക്കാം. അപ്പോൾ ആ ഫ്ലവേഴ്സ് ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു നമ്മളവിടെ വന്ന കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നമ്മളവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കണ്ട് നോക്കി. ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ലുലുവിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ, അതായത് ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലും കുറച്ച് ഫ്ലവർ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നതിൻ്റെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് വീണ്ടും നമ്മുടെ ലുലുവിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി കയറുക കേട്ടോ. നമുക്ക് ലുലുവിൻ്റെ പുറത്ത് കിടക്കണമെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നതിന് ശേഷം നമുക്ക് പുറത്തേക്ക് കയറണം കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ബേസ്മെൻറ്റിലായതുകൊണ്ട്. അപ്പം അവിടെ നിന്ന് കയറി വരുമ്പോഴും നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് തിരക്കൊന്നും ആറായിട്ടുള്ള ടൈമായിട്ടില്ല. ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ തന്നെ ഈവനിങ് ആണ് നല്ല തിരക്ക് തന്നെ കേട്ടോ.
ഇപ്പം ടൈം ഒരു ഉച്ചയാകുന്നേ ഉള്ളൂ. ആ ടൈമിൽ ഒരു തിരക്കാണ് ഇപ്പോൾ ഇവിടെ ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ അവിടുന്ന് നേരെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് കയറി കേട്ടോ. ഇവിടെ കയറ്റി വിട്ടപ്പോൾ തന്നെ ഇഷ്യൂ കയ്യിൽ നിന്നൊക്കെ പിടുത്തം പിടിച്ചിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. ഒരുപാട് റൈഡ്സ് ഉണ്ട് ആ ഒരു ടോപ്പ് ഫ്ലോറിൽ ഒരു സൈഡിൽ കേട്ടോ. പിള്ളേരെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയാണ്. ടൈം പോകുന്നത് അറിയില്ല കേട്ടോ, പക്ഷേ പൈസ പോകുന്ന അറിയും കേട്ടോ. അപ്പോൾ ഓരോ റൈഡ് യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഓഫീസിൽ ചെന്നിട്ട് അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാർഡ് കിട്ടും, ATM കാർഡ് പോലത്തെ ഒരു കാർഡ് കിട്ടും. അത് നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഏത് റൈഡിനാണ് കയറുന്നത് ആ റൈഡിൽ തന്നെ ആ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവും, നമ്മുടെ ആ പോയിന്റും കുറയും കേട്ടോ. മിനിമം അവിടെ നിന്ന് ആ ഒരു കാർഡ് കിട്ടണമെങ്കിൽ 650 രൂപയാണ് നമുക്ക് കൊടുക്കേണ്ടത്. 650-ൽ 500 രൂപയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ തീരുന്നതനുസരിച്ച് നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയ പിള്ളേർക്കുള്ളതും വലിയ പിള്ളേർക്കുള്ളതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ഗെയിംസ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ വേണ്ട പോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ടോപ്പ് ഫ്ലോറിൽ ചിലവഴിച്ചതിന് ശേഷം ഫുഡ് മേടിക്കാനായിട്ട് ഹൈപ്പർ മാർട്ടിലേക്ക് പോയിട്ടോ. ഹൈപ്പർ മാർട്ടിൽ പോയി ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം നേരെ നമ്മൾ ടോപ്പ് ഫ്ലോറിലേക്ക്, അതായത് ഫുഡ് കോർണർ ഉണ്ട് അവിടെ, അങ്ങോട്ടേക്ക് പോയിട്ടോ. ഫുഡ് കോർണറിൽ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതായത് ഹൈപ്പർ മാർട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഫുഡുകളാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ടോപ്പ് ഫ്ലോറിൽ തന്നെ ഒരുപാട് വേറെ ഷോപ്പുകളുണ്ട്, അവിടെ നിന്ന് നമുക്ക് ഫുഡ് മേടിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് കഴിക്കാം. ഞങ്ങളിപ്പോൾ ഹൈപ്പർ മാർട്ടിൽ പോയിട്ട് നമ്മൾ കുറച്ച് ചിക്കനും ബാക്കി കുറച്ച് സൈഡ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുവാണ്. ചിക്കനോ അപ്പോൾ നമ്മൾ ഒരു ഫുൾ ചിക്കനാണ് മേടിച്ചത്. ഷവായിയും ഒരു ഫുൾ ചിക്കനും കുറച്ച് നാനും പത്തിരി സാലഡും ഒക്കെയാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ മേടിച്ച ചിക്കൻ കേട്ടോ. രണ്ട് കൈ കൊണ്ട് അങ്ങ് പിടിക്കുക ചേട്ടാ. ഓരോ കുഞ്ഞു കഷ്ണം എല്ലാവരും അതിൻ്റെ പിടിച്ചെടുത്തോളും വേണമെങ്കിൽ. ചിക്കനെല്ലാം മുറിച്ച് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇഷുവിന് അവിടെ നിന്ന് ഒരു ഐസ്ക്രീം ഷേക്കൊക്കെ മേടിച്ചു. അതും കഴിച്ചുകൊണ്ടൊക്കെ അവിടെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടൈം ഏകദേശം ഒരു 3 മണിയൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ. അത്രയും ടൈം നമ്മൾ ആ ഒരു മേളയിൽ ഇരുന്ന് റൈഡിലും ഒക്കെ കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫലൂടയും കൂടെ മേടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ഓവർ മധുരമൊന്നും ഇല്ലാതെ നല്ല നൈസ് ഒരു ടേസ്റ്റ് ഇരുന്ന ഒരു ഫലൂടയും കഴിച്ചു. തിന്ന ഒത്തിരി കുടിച്ചേക്കടാ. നമുക്ക് വേണ്ടേ ഒത്തിരി മധുരം. ഇതാണ് ലുലുവിൻ്റെ ടോപ്പ് ഫ്ലോറിൽ നിന്നുള്ള ഒരു വ്യൂ കേട്ടോ.
ഇപ്പോൾ ഇവിടെ ഒരുപാട് തിരക്കൊന്നും ആയിട്ടില്ല, എന്നാലും നമ്മൾ വന്ന ടൈമിനേക്കാളും കുറച്ചും കൂടെ ആൾക്കാരൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഇഷുവിനെ അടുത്തൊരു സെക്ഷനുള്ള ടോയുടെ ആ സെക്ഷനിലേക്ക് വിട്ടു. ഇഷു അവിടെയും ഒരുപാട് വണ്ടിയിലൊക്കെ കയറി കളിച്ചിങ്ങനെ നടക്കുമായിരുന്നു. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗെയിമിങ്ങിൻ്റെ ആണ് കേട്ടോ, വീഡിയോ ഗെയിംസ് ആണ്. അപ്പോൾ നമുക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈക്ക് റേസും കാർഡ് റേസും അങ്ങനത്തെ ഒരുപാട് ഗെയിമുകളൊക്കെ നമുക്ക് ഇവിടെ കളിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഇപ്പം ഇഷുവിന് കളിക്കാൻ പറ്റിയ ഏജ് അല്ല, ഈ കാർ റേസിങ്ങും ബൈക്ക് റേസിങ്ങും ഒക്കെ. ഇപ്പോൾ ഇഷുവിനെ അതിനകത്ത് ജസ്റ്റ് കയറ്റി ഇരുത്തിയെന്നുള്ളൂ കേട്ടോ. കുറച്ചും കൂടെ ഒരു ഏജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ കേട്ടോ. സ്റ്റീറിങ്ങും ആക്സിലറേഷനും ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഒരു സൈസുള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ. പിന്നെ കുറച്ച് നേരം അവിടെ കളിച്ച് ഞങ്ങൾ ആകെ ടയർഡായിട്ട് ഏകദേശം ഒരു 4 മണി ഒക്കെ കഴിഞ്ഞു. 4 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഹൈപ്പർ മാർട്ടിൽ നിന്ന് ഒരു കുറച്ച് സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്ക് മേടിക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഹൈപ്പർ മാർട്ടിലേക്ക് കയറി കുറച്ച് സാധനങ്ങൾ വേഗം എടുത്തതിന് ശേഷം നമ്മൾ നേരെ വണ്ടിയിലേക്ക് പോയി കേട്ടോ. എന്നിട്ട് ടയർഡായിരുന്നു, ഏകദേശം ഒരു 5 മണി ആറായി കേട്ടോ. 12 മണിക്ക് മുമ്പ് നമ്മൾ ലുലു വന്നതാണ്. ഇപ്പം നമ്മൾ ലുലുവിൽ നിന്ന് ഇറങ്ങിയപ്പം 5 മണി ആറായി കേട്ടോ. അത്രയും ടൈം നമ്മൾ ലുലു കൂടെ ഇങ്ങനെ നടക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ ശരിക്കും എല്ലാവരും ടയർഡായി. അപ്പോൾ ഞങ്ങൾ ഹൈപ്പർ മാർട്ടിൽ നിന്ന് വേഗം സാധനങ്ങൾ എടുത്തിട്ട് നേരെ നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ജസ്റ്റ് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.